കേരളത്തിനും കേരളത്തിൻ്റെ പുറത്തും വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്നത്. മാർക്കോ ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അതിലെ ബ്രൂട്ടൽ വയലൻസ്, എക്സ്ട്രാ വയലൻസ് ആണ് അതിലുണ്ടായിരുന്നത്. ഉണ്ണി മുകുന്ദൻ്റെ കരിയറിലെ തന്നെ 100 കോടി നേടിയ, അതിനേക്കാൾ മുകളിൽ പോയിട്ടുണ്ട്, 100 കോടിയെ നേടിയ ചിത്രം കൂടിയാണ് മാർക്കോ എന്ന് പറയുന്നത്. പക്ഷേ മാർക്കോയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന പല ആക്രമണങ്ങളും മാർക്കോ അതുപോലെ തന്നെ പല പല സിനിമകൾ, ഈ ആവേശമുള്ള സിനിമകളൊക്കെ ചേർത്തുകൊണ്ട് ഇതൊക്കെ ചില ആക്രമണങ്ങൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ എന്താവുന്നുണ്ട്, പ്രോത്സാഹനമാവുന്നുണ്ട് എന്ന വിലയിരുത്തപ്പെടലുകളുണ്ട്. അതിനൊക്കെ നമ്മുടെ നിയമസഭയിൽ പോലും ചർച്ചയായിരുന്നു. ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ചില നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് മാർക്കോ TV-യിൽ പ്രദർശിപ്പിക്കാൻ അനുമതി കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. ഈ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനാണ് ഇത് സംബന്ധിച്ചുള്ള അനുമതി കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ ഇനി TV-യിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കേണ്ടതെന്ന് അവർ തീരുമാനിച്ചു. സാധാരണ ഇതിലൊരു സിനിമ റിലീസായി ഇത്ര മാസങ്ങൾക്കുള്ളിൽ ആ സിനിമ ഏതെങ്കിലും TV ചാനലുകൾ അതിൻ്റെ റൈറ്റ്സ് മേടിക്കുകയും പിന്നീട് അത് ടെലിവിഷനിൽ ടെലികാസ്റ്റ് ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. സത്യത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇനി ടെലികാസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നതിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. നമുക്കറിയാം, മാർക്കോ റിലീസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ സിനിമ കാണാനുള്ള അനുവാദമില്ല. തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ ചെന്നാൽ പോലും തിയേറ്ററിൽ നിന്ന് ടിക്കറ്റ് നൽകുമായിരുന്നില്ല. 18 വയസ്സിൽ താഴെയുള്ളവരെ പ്രവേശിപ്പിക്കുമായിരുന്നില്ല. അങ്ങനെ കർശന നിബന്ധനകളാണ്. ചില വിട്ടുവീഴ്ചകൾ ചിലത്തൊക്കെ ഉണ്ടായേക്കാം, സ്വാഭാവികമായിട്ടും. പിന്നെ മാത്രമല്ല, ഇത്തരത്തിൽ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സിനിമ കാണാനുള്ള അവസരം നിഷേധിച്ചതിന് ശേഷം പിന്നീട് ഈ ചിത്രം TV-യിൽ പ്രദർശിപ്പിച്ചാൽ എന്താ അവസ്ഥ? അത് ചെറിയ 6 മാസം പ്രായമുള്ള കുട്ടികൾ മുതൽ ആ TV-യുടെ മുമ്പിലിരുന്ന് ആ സിനിമ കാണില്ലേ, ഒന്നും മനസ്സിലായില്ലെങ്കിൽ പോലും. അപ്പോൾ ഇത്തരത്തിൽ വന്യമായ ചില രംഗങ്ങൾ, അതായത് ക്രൂരതയുടെ പര്യായം എന്നാണ് പറയുന്നത്, നമുക്കൊരിക്കലും കണ്ടിരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ക്രൂരതകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരതകൾ ആദ്യമായി സിനിമയിലൂടെ പുറത്തേക്ക് വന്നത് മാർക്കോയിലൂടെയാണോ? അല്ല. ഈ മാർക്കോ എന്ന് പറയുന്ന ചിത്രം ഉണ്ണി മുകുന്ദനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഒരു ബെസ്റ്റ് ഫിലിമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു 100 കോടി ക്ലബ്ബിൽ കടന്നു കയറുന്ന ഒരു ചിത്രം എന്ന നിലയിൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദിയിലേക്ക് അത് ഡബ് ചെയ്യപ്പെട്ടു, തെലുങ്കിലേക്ക് ചെയ്യപ്പെട്ടു. അവിടെ എല്ലാം തന്നെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറി. സത്യത്തിൽ അതിൻ്റെ എന്താണ് ഒരു കഥ എന്ന് ചോദിച്ചാൽ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ പറ്റില്ല. ഒരു നായകൻ്റെ ബന്ധുക്കളെ അടക്കം ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള ക്രൂരതയാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല, ലോജിക്കിന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. പിന്നെ അത് സിനിമയല്ലേ എന്ന് ചോദിക്കാം. ഇവിടെ ഏതാണ്ട് സമാനമായ കാലയളവിൽ പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു പണി, ജോജു ജോസഫ് ആയിരുന്നു അല്ലേ? ആ പണി എന്ന് പറയുന്ന ചിത്രത്തിൽ ഇതിന് സമാനമായ ക്രൂരതയാണ്. പക്ഷേ അതിനകത്ത് ഈ പറയുന്ന ലൈഫിൻ്റെ എലമെന്റ് കൂടുതലുണ്ടായിരുന്നു. മാർക്കോയ്ക്കകത്ത് അതില്ലായിരുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ ചില ബന്ധങ്ങളുടെ ഇഴയടുപ്പങ്ങൾ കൂടി ചേർത്ത് വെച്ച് സിനിമ എന്ന് പറയുന്ന ഒരു കലാരൂപത്തിന് ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ കിട്ടേണ്ട ചില അനുഭവഭേദ്യമായ കാര്യങ്ങളുണ്ട്. അത് പണിക്കകത്തുണ്ടായിരുന്നു. പക്ഷേ ഈ മാർക്കോയ്ക്കില്ല. മാർക്കോയിൽ മൊത്തം വയലൻസ് ആണെന്ന് പറയുന്നു. വളരെയധികം പണം ചെലവഴിച്ച് ഇപ്പോൾ റേഞ്ച് റോവർ 6-7 റേഞ്ച് റോവറൊക്കെയാണ് ഒരുമിച്ച് നായകൻ പോകുമ്പോഴോ വില്ലൻ പോകുമ്പോഴോ കാണുന്നത്. ഇത് തമ്മിൽ കൂട്ടിയിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പണം ചെലവഴിച്ച ഒരു സിനിമ, ധാരാളം പണം വാരിയേ പറ്റൂ, അത്തരത്തിൽ പണം വാരുക തന്നെ ചെയ്തു. ഇപ്പോൾ ഇവിടെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ പറയുന്നത് ഈ ചിത്രം ടെലിവിഷനിൽ കാണിക്കാൻ അർഹമല്ല, അതുകൊണ്ട് ഞങ്ങളിത് കാണിക്കില്ല. എൻ്റെ ഒരു സംശയം, ഈ സിനിമ കാണാത്ത ആരെങ്കിലും ഇനി കേരളത്തിലുണ്ടോ? ഈ സിനിമ കാണാത്ത ആരെങ്കിലും ഇനി ഉണ്ണി മുകുന്ദൻ്റെ ഫാനായിട്ടുണ്ടോ? മുഴുവൻ ആളുകളും കണ്ടു. കാരണം ഈ സിനിമ റിലീസായി ഇത്ര നാൾ കഴിഞ്ഞപ്പോൾ OTT റിലീസ് ചെയ്തു. അത് ടെലഗ്രാമിൽ വന്നു, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് വന്നു. അപ്പോൾ ഈ സിനിമ കാണാത്ത ആളുകളെല്ലാം തന്നെ OTT-ൽ ഇതിലിരുന്ന് കണ്ടു. ചില ആളുകൾ ചോദിച്ചു, ഇതാണോ ഇത്ര വയലൻസ്? അപ്പോൾ കിൽ എന്ന് പറയുന്ന ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയിരുന്നു, അതിനകത്ത് എന്ത് വയലൻസാണ്? ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിനകത്ത് കാണിക്കുന്ന വയലൻസ് വെച്ച് നോക്കിയാൽ ഇതൊന്നുമല്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇനി 2, ശരിയാണ്, എന്തൊരു വയലൻസാണ്, ഇത് കാണാൻ പാടില്ല എന്ന അഭിപ്രായം പറയുന്നവരുണ്ട്. ഇതൊക്കെ എത്രയോ കാലമായി. ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചാ വിഷയമായത് അഫാൻ എന്ന് പറയുന്ന 23 വയസ്സുകാരൻ വെഞ്ഞാറമൂട്ടിൽ സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഉമ്മുമ്മ, അതുപോലെ തന്നെ പിതാവിൻ്റെ സഹോദരൻ, ഭാര്യ, സ്വന്തം കാമുകി, അനുജൻ, ഇവരെയൊക്കെ കൊലപ്പെടുത്തി. സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്താനായിട്ട് പോന്നു. അപ്പോൾ ചില സിനിമാ മേഖലയിലുള്ളവരടക്കം പറഞ്ഞത് ഇത്തരത്തിലുള്ള സിനിമകൾ യുവതലമുറയെ വഴിതെറ്റിക്കുന്നു, പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്നു. ശരിയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞ ഒരു സംവിധായകൻ എടുത്ത സിനിമയുടെ പേര് ഇടുക്കി ഗോൾഡ് എന്നായിരുന്നു. ആ ഇടുക്കി ഗോൾഡിൽ കാണിക്കുന്നത് എന്താണ്, അല്ലെ അത് എന്താണ് കണ്ടന്റ് നമുക്കറിയില്ല. പക്ഷേ ഒരു കാര്യം ഈ ചർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലായി, മലയാള സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ വയലൻസ് ഉണ്ടായത്. അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ മലയാള സിനിമ ഉള്ളത് കൊണ്ടാണ് ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നത്, മലയാള സിനിമ ഉള്ളതുകൊണ്ട് ആളുകളെ അത് സ്വാധീനിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ്? ലോജിക്കിന് നിരക്കുന്നതല്ല. പിന്നെ ഈ പറയുന്ന പോലെ സിനിമ TV കാണിക്കരുത്, ശരി കാണിക്കരുത്, അതാണ് നമ്മളങ്ങനെയാണ്. പക്ഷേ ഇവിടെ സൂര്യനെല്ലി പീഡനം ഉണ്ടായിട്ടുണ്ട് അല്ലേ? തങ്കമണിയിൽ വലിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ഭാര്യ ഭർത്താവിനെ കൊന്നിട്ടുണ്ട്, ഭർത്താവ് ഭാര്യയെ കൊന്നിട്ടുണ്ട്, അമ്മായിയമ്മയെ കൊന്നിട്ടുണ്ട്, അയൽപക്കക്കാരൻ സമീപവാസി ശത്രുത
കൊലപാതകമുണ്ടല്ലോ, അവരെ കൊന്നിട്ടുണ്ട്, ചെറിയ കുട്ടികൾ പ്രായമായ സ്ത്രീകളുടെ കൂടെ ഒളിച്ചോടിയിട്ടുണ്ട്. അപ്പം സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും നടന്നതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്കാണോ? അപ്പോൾ സിനിമ ചില കാര്യങ്ങൾ സ്വാധീനിക്കുന്നു. അപ്പോൾ സിനിമയിൽ നേരായ രാഷ്ട്രീയം കാണിക്കുന്നു, സിനിമയിൽ പക്ക രാഷ്ട്രീയം കാണിക്കുന്നു, തെറ്റായ പ്രവണതകൾക്കെതിരെ നായകൻ പല്ലും നഖവും ഉപയോഗിച്ച് മറ്റുള്ളവരെ എതിർക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. സിനിമ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവും വേണം, നെഗറ്റീവും വേണ്ടേ? എൻ്റെ ഏറ്റവും വലിയ സംശയം അതാണ്. കാരണം ഈ നെഗറ്റീവ് സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള സിനിമകൾ സ്വാധീനിച്ചിട്ട് ആ രീതിയിലേക്ക് മനുഷ്യൻ മാറണ്ടേ? അത് മനുഷ്യൻ മാറില്ല. ഈ നെഗറ്റീവ് മാത്രം ഇങ്ങനെ എടുത്തു വെക്കാനുള്ള ഒരു സാധനമാണോ മനുഷ്യൻ എന്നുള്ളത്? ബേസിക്കലി ഇത് യുക്തിപൂർവ്വം ചിന്തിക്കാനുള്ളൊരു പ്രശ്നമാണ്. രണ്ടാമത്തത് ലഹരി ഉപയോഗം. ലഹരിയും ഇത്തരം സിനിമകളും കാണുമ്പോൾ ചില യുക്തി വർക്കാകത്തെടുത്താണ്, വിവേകം വർക്കാകത്തെടുത്താണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഞാനോ സിനുജിയോ ഈ സിനിമ കണ്ടിട്ട് നാളെ പോയിട്ട് എടുത്താൽ അടിച്ച് കൊന്നുകളയാം എന്ന് നമുക്ക് തോന്നാറില്ലല്ലോ. അത് തോന്നാത്തത് നമ്മുടെ വിവേകവും നമ്മുടെ യുക്തിയും കൊണ്ടാണ്. അത് ഒരു പറ്റും ആളുകൾക്ക് ഇല്ലാതായി പോകുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പലതാണ്. കാരണം കുടുംബത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ, വളർത്തിയെടുത്ത സാഹചര്യം, അവരെ ആരും ഉപദേശിച്ചു കൊടുക്കുന്ന വിഷയം, അങ്ങനെ അതുപോലെ ലഹരി സ്നേഹിക്കുന്ന ഒരു ഫാമിലി ഉണ്ടാവണമെന്നില്ല. ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊന്നും കാണാതെ സിനിമയാണ് ഇതിന്റെ പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ഇപ്പം കൊറിയൻ പടം കാണാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. ഒരുപാട് കൊറിയൻ പടം, ഈ കൊറിയൻ പടത്തിലൊക്കെ എത്രമാത്രം വയലൻസ് ഉണ്ട്, ഒരുപാട് വയലൻസ് ഉണ്ട്, ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വയലൻസ് ഉണ്ട്. ഇപ്പം ചില പ്രേത പടങ്ങളിൽ വയലൻസ് ഉണ്ട്. ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ആരും പോയിട്ട് ആരെയും ഒന്നും ചെയ്യാനൊന്നും ശ്രമിക്കാറില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. റേപ്പ് സീനുകൾ കണ്ടിട്ട് നമ്മൾ റേപ്പ് ചെയ്യാനും പോകാറില്ല. പക്ഷേ ഇത് ഒരു തരത്തിൽ ഏതെങ്കിലും തരത്തിൽ കുട്ടികളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞതുപോലെ. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഈ ടി വിയിൽ ഇനി ഇതാരും കാണണമെന്നില്ല അങ്ങ് പറഞ്ഞതുപോലെ. മൊബൈൽ ഇല്ലാത്ത ആരും ഇല്ല ഈ നാട്ടിൽ. മൊബൈലിൽ OTT ഇറങ്ങി അന്ന് മുതൽ ഇത് മൊബൈലിൽ കിട്ടാൻ തുടങ്ങും. അപ്പോൾ അത് ഏകദേശം ആളുകളും കണ്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഒരുപക്ഷെ ഇനി ഇത്തരം സിനിമകൾ വേണ്ട എന്നാണെങ്കിൽ അത് അങ്ങനെ തീരുമാനിച്ച് പറയുക അല്ലേ? അതെ, തീർച്ചയായിട്ടും സിനിമകൾ ഇപ്പൊ ടി വിയിൽ കാണുന്നവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ വിരളമാണ്. ഒന്നുകിൽ പ്രായമായ ആളുകൾ അല്ലെ, അതെ, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലിയായിട്ട് തീരെ സമയമില്ലാത്ത ആൾക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് കാണും. ഇപ്പം നമ്മൾ തന്നെ വീട്ടിൽ പോയി ടി വി കാണുന്നപ്പോൾ ഒന്നുകിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വേറെ നിവർത്തിയിൽ എഴുന്നേറ്റ് പോകാൻ, അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അന്ന് ടി വി എങ്കിൽ ടി വി എന്ന് പറയും. ഇപ്പോൾ ടി വിയേക്കാൾ കൂടുതൽ മൊബൈൽ ഫോണാണ് കാണുന്നത്. എങ്കിൽ പോലും അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ ടി വി കാണുന്നുള്ളൂ. പിന്നെ ഏറെ പ്രായമുള്ള ആൾക്കാർ ഇത്തരം വയലൻസിനോട് താല്പര്യം കാണിക്കുന്നില്ല. ഇനി യങ്സ്റ്റേഴ്സ്, ചെറിയ തലമുറ, സ്കൂൾ കുട്ടികൾ മുതൽ അങ്ങോട്ട് നോക്കിയാൽ അവനൊന്നും ടി വിയുടെ മുമ്പിൽ കുത്തിയിരുന്ന് കാണില്ല. അവൻ്റെ മുമ്പിൽ മൊബൈൽ ഉണ്ടെന്നേ. അവൻ നെറ്റിൽ അടിച്ചപ്പം വാർത്തം പറഞ്ഞതുപോലെ കൊറിയൻ സിനിമകളിലെ വയലൻസ് കാണാത്ത ആളുകളില്ല. കൊറിയൻ ബാൻഡിനെയൊക്കെ എത്രത്തോളം അല്ലേ, അവസാനം ആ ബാൻഡ് തന്നെ നിരോധിച്ചൊക്കെ പോയപ്പോഴാണ് നമ്മൾ രക്ഷപ്പെട്ടെന്ന് പറയാം. അത്തരത്തിൽ ഇംഗ്ലീഷ് പടങ്ങളിൽ, ബോളിവുഡ് പടങ്ങളിൽ, ഹോളിവുഡ് പടങ്ങളിലൊക്കെ ഈ വയലൻസ് കണ്ട നമുക്ക് മലയാളത്തിൽ അത്തരം ഒരു പടം ഇറങ്ങിയപ്പോഴാണ് നമ്മുടെ ചിന്തകളെ അത് വളരെയധികം സ്വാധീനിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ മാർക്കോയെ ഒരു ഉദാഹരണമായി പറയുന്നത്. മാർക്കോയ്ക്ക് മുമ്പ് ഇതുപോലെ വയലൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ആ വയലൻസിനൊപ്പം തന്നെ കഥാഗതികളുടെ ഒരു വളർച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേർതിരിഞ്ഞുള്ള ഒരു പോക്ക്, ഇതെല്ലാം കൂടെ കൂടി വരുമ്പോൾ ഒരു മിക്സ്ചറായി വരുമ്പോൾ നമുക്ക് അതിനത്ര ഫീൽ ചെയ്യുന്നില്ല. ഇവിടെ ആ മിക്സ്ചർ ഇല്ല. ഇവിടെ ശരിക്കും തന്നെ പ്രതികാരം, അറ്റാക്ക് ചെയ്യുന്നു, തോക്ക് ഉപയോഗിക്കുന്നു, അതും അത്യാധുനികമായ ആധുനിക ഉപകരണങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഹോളിവുഡ് സിനിമയും ബോളിവുഡ് സിനിമയും ഒക്കെ കണ്ട് ഹരം പിടിച്ചിരുന്ന മലയാളിക്ക് മുമ്പിലേക്ക് അത്തരം ഒരു സിനിമ ഇറക്കി കൊടുത്തു. അതാ സംവിധായകന്റെ കഴിവാണ് പറയണം അല്ലേ, അയാളെ പൂർവ്വം. പിന്നെ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന ഒരു നടനെ ഇത്തരത്തിലുള്ള ആക്ഷൻ ഹീറോ ആയിട്ട് വന്നപ്പോൾ പ്രേക്ഷകർ അതിനെ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ മലയാളത്തിൽ ഇത്തരം ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതോടെ ടി വി കാണിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ ഇവിടുത്തെ വയലൻസ് തീരില്ല. പക്ഷേ എന്തെങ്കിലും ഒരു അക്രമ സംഭവം ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും തുടർച്ചയായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ടി വി സിനിമ അല്ലെ ഈ പറയുന്ന ഇത്തരത്തിൽ മാർക്കോ പോലുള്ള ചിത്രങ്ങൾ സ്വാധീനിച്ചുകൊണ്ടാണെന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഈ മാർക്കോ പോലുള്ള സിനിമയ്ക്ക് സത്യത്തിൽ സെൻസർ ഈ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ പോലും പാടില്ല അല്ലേ? അത്തരത്തിലുള്ള സിനിമകൾ നിരോധിക്കണം, അല്ലെങ്കിൽ ഈ വയലൻസ് രംഗങ്ങൾ ഞങ്ങൾ അനുവദിക്കില്ല, കട്ട് ചെയ്ത് കളയണമെന്ന്. പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ ടെക്നോളജിയുടെ ഈ കാലത്ത്, സോഷ്യൽ മീഡിയയുടെ ഈ കാലത്ത്, യൂട്യൂബൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നവരുടെ കാലത്ത് നമുക്ക് ഇതിനൊക്കെ പ്രയാസമുണ്ടോ? നമ്മൾ മറ്റു ഭാഷകളിലെ ചിത്രങ്ങൾ തേടിപ്പോവും. ഇപ്പോൾ തെലുങ്ക് സിനിമയിൽ നായകൻ വന്ന് വില്ലനെ ഇടിച്ചാൽ വില്ലൻ ചിലപ്പോൾ 3 കിലോമീറ്റർ ദൂരെയാണ് പോയിരിക്കുന്നത്. മലയാളത്തിൽ അത് ചിലപ്പോൾ അംഗീകരിക്കില്ല. അപ്പോൾ ഓരോ ഭാഷയിലെയും ഓരോ സംസ്കാരത്തിലെയും പ്രത്യേകം സിനിമകളെ പ്രത്യേക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന. ഇവിടെ മാർക്കോ എന്ന് പറയുന്ന ചിത്രം ഉൾക്കൊള്ളുകൊണ്ടാണ് കേരളത്തിൽ അക്രമം കൂടുന്നതെന്നോ വയലൻസ് വർദ്ധിച്ചതെന്നോ പറയുന്നത് ശരിയല്ല. ഇനി ഇത്തരം സിനിമ ടി വിയിൽ കാണിക്കില്ല എന്ന് ഈ ബോർഡ് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സിനിമ ഇറങ്ങി OTTയിലും പുറത്തു വന്നു, ടെലഗ്രാമിലും വന്നു കഴിഞ്ഞാൽ ഇത് കാണാത്ത ആൾക്കാരില്ല. ഇനി ഇപ്പോൾ കാണാത്ത കുറച്ച് ആൾക്കാരുണ്ടെന്ന് വെച്ചു, അപ്പോഴാണ് ഈ ടി വിയിൽ ഈ സിനിമ വരില്ല എന്ന് പറയുന്നത്. ആഹാ, അതെന്താ ടി വി വരാത്ത, എങ്കിൽ ഒന്ന് കണ്ടു കളയാം എടാ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരാളെ കൊണ്ട് ഈ ചിത്രം ഡൗൺലോഡ് ചെയ്യുകയും അയാൾ ഇരുന്ന് കാണുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള വയലൻസുകൾ സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ നിന്നാണ് തിരുത്തലുകൾ വേണ്ടത്. അഫാൻ എന്ന് പറയുന്ന ഒരു 23-കാരൻ ഇത്രയും അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പ്രധാനമായും അനുഭവിച്ചത് പിതാവിൻ്റെ അഭാവം
സ്വഭാവമാണ്. അപ്പോൾ അച്ഛൻ വീട്ടിലില്ലാത്ത, അച്ഛൻ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന, പട്ടാളത്തിലോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന വീട്ടിൽ ചെറിയ മക്കൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ വളരെ പെട്ടെന്ന് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ചിലർ അത് ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും, ചിലർ വഴിതെറ്റിപ്പോകും. അത്തരത്തിൽ വഴിതെറ്റിപ്പോയവരാണ് അഫാൻ. അപ്പോൾ അഫാൻ്റെ കാര്യങ്ങളുടെ ഇനി രഹസ്യങ്ങളൊക്കെ ചുരുളഴിയാനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും മാർക്കോ പോലുള്ള സിനിമകൾ മലയാളത്തിൽ ഇറങ്ങാതിരിക്കട്ടെ, അല്ലേ, ഇത്തരം വയലൻസിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കട്ടെ. പക്ഷേ ഇത് ഈ സെൻസർ ചെയ്യുന്ന സമയം മുതൽ തന്നെ നിരോധിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് കാണാം. അല്ല, അത് മാത്രമല്ല, ഈ അങ്ങനെയാണെങ്കിൽ വയലൻസ് ഉള്ള ഒരു സിനിമ അനുവദിക്കരുത്. ഈ മാർക്കോ മാത്രമല്ല, വയലൻസ് ഉള്ള സിനിമകളൊന്നും അനുവദിക്കാതിരിക്കുക എന്നും കൂടെ ഉണ്ടല്ലോ. മാത്രമല്ല, ഇവിടെ എത്രയോ അധികം കൊലപാതകങ്ങൾ നടന്നതും ഒക്കെ മാർക്കോ ഇറങ്ങിയതിന് ശേഷമാണ് പറഞ്ഞത്. അതിന് ബ്രൂട്ടൽ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. 56 വെട്ടി കൊന്നതും ഈ മാർക്കോ ഇറങ്ങിയിട്ടല്ലല്ലോ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഒറ്റ കാര്യം പണം അവസാനിപ്പിക്കുക. അതായത് പല കമന്റുകളിലും ഇപ്പോൾ ചില പ്രത്യേക നാമധാരികൾ വന്നിട്ട് മാർക്കോ എന്ന് പറഞ്ഞ് ഇടുന്നുണ്ട്. ഇപ്പൊ അതില് ഈ ആവേശം എന്ന് പറയുന്ന സിനിമയിൽ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്ന് പറയുന്നുണ്ട്. അത് പറയുമ്പോൾ അതൊക്കെ സിമ്പിൾ പാട്ടാണ്, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതിനെ ആ രീതിയിൽ കാണുക, അല്ലെങ്കിൽ ഇതിനൊന്നും അനുമതി കൊടുക്കാതിരിക്കുക. അല്ലാതെ ഒരു ആളുടെ സിനിമയ്ക്ക് മാത്രം, ഒരു സംഭവത്തിന് മാത്രം അനുമതി കൊടുക്കുക, ബാക്കിയെല്ലാം ഓക്കെ ആണെന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്.